ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഖത്തറിൽ വന്ന വ്ളോഗ്സൊക്കെ കിട്ടിയതിന് ശേഷം എനിക്ക് കുറച്ച് ന്യൂ സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ പഴയ വ്ളോഗ്സൊക്കെ കാണുക, കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അതാ രാവിലെ എണീറ്റ് ഒന്ന് ഫ്രഷപ്പ് ആവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ, അല്ല ഖത്തറിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ എന്നുള്ളൊരു ഫുള്ളായിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് വ്ളോഗ് കാണുക, എന്നിട്ട് അടിയിൽ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പം നമ്മൾ പൊതുവേ നമ്മളെ ആൾക്കാരൊരു വിചാരം ഉണ്ട് കേട്ടോ. എന്തായത്, ഗൾഫിൽ നിങ്ങൾക്ക് സുഖമല്ലേ, ഗൾഫിലിപ്പോൾ എന്താ പണി, നാട്ടിലത്തെ അത്രേ, എന്താ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. എന്തർത്ഥത്തിലാണ് ആൾക്കാരിത് പറയണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് ഗൾഫിൽ നാട്ടിൽ ഉണ്ടാവുന്ന എല്ലാ പണികളും ഉണ്ട്. അതായത് നമുക്ക് കുക്ക് ചെയ്യണം, നമുക്ക് ക്ലീൻ ചെയ്യണം, വാഷ് ചെയ്യണം, കുട്ടികളെ നോക്കണം, ഇതൊക്കെ ഉണ്ട്. നാട്ടിലാകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഷെയർ ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മളെ കൂടെ ഉമ്മ ഉണ്ടാവും. അപ്പോൾ ഉമ്മ നമ്മളൊക്കെ കൂടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഷെയർ ചെയ്ത് ചെയ്യുക. ഇവിടെ ആകുമ്പോൾ നമ്മൾ തന്നെ കുക്ക് ചെയ്യണം, ആരും ഷെയർ ചെയ്യാനില്ല. പിന്നെ ഇവിടെ എന്തൊരു ഉപകാരം വിചാരിച്ചാൽ നമുക്ക് രണ്ടാൾക്കാരുള്ളതുകൊണ്ട് ഇന്നിപ്പോൾ ഉണ്ടാക്കിയ ഫുഡ് കുറച്ചധികം ഉണ്ടാക്കി നാളൊക്കെ ക്യാരി ഡൗൺ ചെയ്യണ്ടാവും. നാട്ടിലത്തെ പോലെയല്ല. പിന്നെ ഇവിടെ നാട്ടിൽ എന്താ വ്യത്യാസം വിചാരിച്ചാൽ, ഒന്ന് മറ്റേ വാഷിംഗ് മെഷീൻ്റെ കാര്യമാണ്. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ പണിയില്ല എന്നുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് അതേപോലെ ഉണ്ട്. അതായത് ക്ലീനിങ് ആയാലും പഠിച്ചോലായാലും തുടക്കലായാലും കുക്കിംഗ് ആയാലും പാത്രം കഴുകലായാലും ഇപ്പോൾ കുട്ടികളാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടിയെ നോക്കലും ഇതൊക്കെ കൂടി ചെയ്യുമെന്ന് പറഞ്ഞാൽ ഹെവി ടാസ്ക്കാണ്. കാരണം കുട്ടികൾക്ക് ഓരോ ദിവസം ഓരോ മൂഡ് പോലെയാണ്, അതിനനുസരിച്ച് വേണം നമ്മൾ ഡീൽ ചെയ്യാൻ. പിന്നെ ഇപ്പം എൻ്റെ ഐബൂൻ്റെ പോലൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ പറയേ വേണ്ട. ഇപ്പം ഇവർക്ക് രാവിലെ 1 മണിക്കൂർ, ഉച്ചയ്ക്ക് 1 മണിക്കൂറൊക്കെ ഇവന് ഫുഡ് കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളൊക്കെ ഭയങ്കര ബേർഡനായി തോന്നും. കാരണം കുറേ പണികളുണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവൻ്റെ ഫുഡ് കൊടുക്കലും ഒക്കെ ആകുമ്പോൾ ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാണ്ടൊക്കെ ആവും. അപ്പോൾ എന്തർത്ഥത്തിലാണ് ഈ ആൾക്കാർ നിങ്ങൾക്ക് ഗൾഫിൽ സുഖമല്ലേ, നിങ്ങൾക്ക് അധികം പണിയില്ലല്ലോ എന്ന് പറയേണ്ടതൊക്കെ മനസ്സിലായിട്ടില്ല. അതെന്തോ അർത്ഥത്തിലാണ് ആ ആൾക്കാർ പറയുന്നത്. അപ്പോൾ അതൊന്നും എനിക്കിവിടെ പോയിൻ്റ് ഔട്ട് ചെയ്ത് സംസാരിക്കേണ്ടിണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ എണീറ്റപ്പം തന്നെ അടിച്ചു വാരിയിടും. കാരണം രാത്രി അയബ് കളിച്ചിട്ട് രാത്രി ചിലപ്പോൾ എനിക്ക് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ എൻ്റെ ഉറക്കാൻ സമയമാകുമ്പോഴത്തേനും അത് വൃത്തിയാക്കാൻ വരില്ല. ചില സമയത്ത് ഞാൻ രാത്രി വൃത്തിയാക്കി, ഓരോ ടൈം പോലെ. അപ്പം ഇന്നലെ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ അതാ രാവിലെ ഒന്ന് അടിച്ചോരി വൃത്തിയാക്കിയിട്ട് രാവിലെ ആ പണി കഴിഞ്ഞ് ഭയങ്കര സമാധാനമാണ്. എന്നിട്ട് എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ ദോശയ്ക്ക് ഇഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ബാക്കിയുണ്ട്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും കറിയൊക്കെ ബാക്കിയുള്ള ദിവസം ഞാൻ രാവിലെ ദോശ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി തിന്നും. അല്ലാണ്ട് ഞാൻ ഒന്നുമില്ലെങ്കിൽ ഞാനക്ക് മാത്രമായിട്ട് കടിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല. സമയമൊക്കെ ഇല്ലല്ലോ, അപ്പോൾ മടി. അപ്പോൾ ഞാൻ എന്തെങ്കിലും തട്ടിമുട്ട് ബ്രെഡ് മാഗിയൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് പോകും. അപ്പോൾ ഇന്നലെ ഇപ്പം എന്തായാലും ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ദോശമാവുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കട്ടോ. ഇവിടെ ഞാൻ ഇപ്പോൾ ദോശമാവ് മേടിക്കുകയും ചെയ്യണേ. ഓരോ ബ്രാൻഡിൻ്റെ ഉണ്ട്. ഞാൻ മേടിക്കുന്ന ചെട്ടിനാടെന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ്, നല്ല നമ്മൾ അരച്ച് കിട്ടുന്ന ദോശമാവ് പോലത്തെ നല്ല ദോശമാവ് കേട്ടോ. പക്ഷെ ഞാൻ വേറെ ഒരിക്കൽ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതത്ര നല്ല ദോശമാവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഗ്യാസ് രാത്രിയാകുമ്പോൾ ഇട്ടിട്ട്, കാരണം നമുക്ക് ലീക്കാവും എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഞാനിട്ട് ഓണാക്കുക ചെയ്യാം. അതുപോലെ തന്നെ ഇന്നലത്തെ ഇഷ്ടത ഞാൻ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് ഇഷ്ടമുള്ള കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി ദോശ ഉണ്ടാക്കുമ്പോൾ കൂളി ഇഷ്ടം ഉണ്ടാക്കുക. ദോശ ഇങ്ങനെ കറക്റ്റ് റൗണ്ടായിട്ടൊരു പൊട്ടിൽ പോലും വരാണ്ട് ഇങ്ങനെ റൗണ്ടായിട്ട് കിട്ടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനല്ലേ. ആർക്കൊക്കെ അങ്ങനെ ഉണ്ട് പറയട്ടേക്ക്. ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ ഒരു തേടുപാട് പോലും വരാണ്ട് സൂപ്പറായിട്ട് വരുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. പിന്നെ ഞാൻ നല്ല പോലെ നെയ്യ് ഒഴിച്ചിട്ടാട്ട് ദോശ തിന്നാം. അത് പണ്ട് മുതൽ ഉമ്മ ശീലിച്ചൊരു പരിപാടിയാണ്. എനിക്ക് നെയ്യ് നല്ല പോലെ വേണം. അപ്പോൾ അങ്ങനെ നല്ല ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ കടിയൊക്കെ തിന്നുന്ന ദിവസമായിട്ട് ചായ ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് മാഗി ബ്രെഡൊക്കെ തിന്നുന്ന ദിവസം അങ്ങനെ ചായ ഉണ്ടാക്കാറില്ല. എനിക്ക് ചായ കുടിക്കാൻ അങ്ങനെ മൂഡ് തോന്നില്ല.
അപ്പോൾ അങ്ങനെ ടി വി വെച്ചിട്ട് കുറച്ച് നേരം ഈ ഫുഡ് കഴിക്കുന്ന ടൈം വരെ ടി വി ആണല്ലോ കേട്ടോ. മറ്റേത് ഞാനിങ്ങനെ മെല്ലെ മെല്ലെ തിന്ന് ആസ്വദിച്ച് ടി വി കണ്ടിങ്ങനെ ഇരുന്ന് അതിനൊന്നും ഒരു ടൈം കിട്ടില്ല. കാരണം ഐബു എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കാര്യങ്ങളും ഇന്ന് കുറച്ച് പണിയുള്ള ദിവസമാണ്. ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പണിയുള്ള ദിവസമാകുമ്പോൾ ഞാൻ അധികം ഇങ്ങനെ ടി വിമൊക്കെ ഇരിക്കാനൊന്നും ഇരുന്നിങ്ങനെ ആസ്വദിച്ച് തിന്നാനൊന്നും ഇരിക്കില്ല. ചടപടേ പട്ട് കാര്യങ്ങളൊക്കെ കിടക്കൂട്ടാം. കയ്യിലെങ്കിൽ നമ്മൾ ടൈം മാനേജ് ചെയ്ത് ഉച്ചക്ക് അവന് ഭക്ഷണം കൊടുക്കലും എല്ലാം കൂടിയിട്ട് എത്തില്ല. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറണം, അതറിയില്ല. ഇനിയിപ്പോൾ മറ്റേ ഫുഡ് ഉണ്ടാക്കാത്ത സമയത്താച്ച് കുറേ നേരം ടി വി ഒക്കെ കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഒരു മൂവി കണ്ടപ്പോൾ ഞാൻ ഓഫാക്കാനെല്ലാം വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ തുണി മടക്കലും കൂടി ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ ഞാൻ ചില സമയത്ത് ഇങ്ങനെ ചെയ്യാറുണ്ട്, അതായത് പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ടി വി കാണുമ്പോൾ അങ്ങനെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഓഫാക്കാൻ വേണ്ട, നമുക്ക് കണ്ടുകൊണ്ട് തന്നെ തുണിയൊക്കെ മടക്കാമല്ലോ. അപ്പോൾ ഒരു ഇത് തോന്നൂല. ഇക്കാന്ന് പൊതുവേ തുണി മടക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പോൾ പിന്നെ അങ്ങനെ കണ്ടുകൊണ്ട് മടക്കുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പോൾ ഐബ് ഇപ്പോൾ എണിക്കാറായേക്കണം. അപ്പോൾ അവൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാണ്ട്. ഇനിയിപ്പോൾ അവൻ എണിച്ച് വന്നിട്ട് കുറച്ച് നേരം അവനൊന്ന് പാമ്പർ ചെയ്തിട്ട് ഇനി അടുത്ത തുണി മടക്കലും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഒളിഞ്ഞ് നോക്കണേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കള്ളക്കുറുക്ക ഇടാ, കള്ളക്കുറുക്ക് ഈ ഒളിഞ്ഞ് നോക്കില്ലേ, ഈ ഒളിഞ്ഞ് നോക്കണേ അങ്ങനെ. ഇങ്ങനെ ആരാ കരഞ്ഞത് രാത്രി? രാത്രി ആരെ കരഞ്ഞില്ലേ? ആരെ കരഞ്ഞട കള്ള? അമ്മ തുണി മടക്കിയിരുന്നേ, ഇനി കുറച്ചൊന്നും മടക്കാല്ലേ. അപ്പോൾ അവനങ്ങനെ പാമ്പറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള തുണി മടക്കി വെക്കുക. കാരണം ഇല്ലെങ്കിൽ ഞാൻ അവൻ്റെ ഫുഡും കാര്യങ്ങളും അവന് പല്ലേക്കാനൊക്കെ പോയി കഴിഞ്ഞ് ഈ പണി അങ്ങോട്ട് അവിടെ നിൽക്കും. പിന്നെ എനിക്ക് മടിയാവും. അപ്പോൾ ഇത് ആ ഫ്ലോയിൽ അങ്ങോട്ട് കഴിഞ്ഞില്ലേ. അപ്പോൾ എന്താ ഞാൻ അവനോട് ഇന്നലെ ഉറക്കത്തിൻ്റെ കാര്യം ചോദിക്കുന്നത് വെച്ചാൽ, ഇപ്പോഴും 2.5 വയസ്സായിട്ട് ഇപ്പോഴും ഇടയ്ക്കൊക്കെ എണീറ്റ് ഉറക്കത്തിൽ കരയുക, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇപ്പോഴും അതിനൊരു മാറ്റമില്ല. പാലുകൂടി മാറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞ് കണ്ടിന്യൂസ്ലി ഉറങ്ങുന്ന. ശിവ ഇപ്പോഴും ചില ദിവസങ്ങളിലൊക്കെ 2-3 വട്ടമൊക്കെ എണീച്ച് ഇങ്ങനെ വെറുതെ കരയുക, അല്ലെങ്കിൽ കാലുവേദന, കൈവേദന ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ ആക്കുക. എന്താണെന്നറിയില്ല, ഇവനക്ക് ചെറുപ്പം മുതലേ ഉറക്കം കുറവാണ്. അപ്പോൾ ഡോക്ടറെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ വലുതായാലും ചിലപ്പോൾ അങ്ങനെ തന്നെ ആവുള്ളൂ. ചില കുട്ടികളുണ്ടല്ലോ. ഇക്ക് പിന്നെ ഉറക്കത്തിൻ്റെ വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഇതുവരെ അങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടില്ല. ഇവങ്ങനെ ചെറുപ്പം മുതൽ ഉറക്കം കുറവായതുകൊണ്ടൊക്കെ ഇങ്ങനെ ഡീലായി. പിന്നെ ഇക്ക് ഞാനും ഉച്ചക്ക് രാത്രി ഉറങ്ങിയാൽ മതി. ഇങ്ങനെ ഉറക്കത്തിനോട് വലിയ പ്രിയമല്ല. ഇങ്ങനെ ഉറങ്ങണം, കുറേ നേരം ഉറങ്ങണം എന്നുള്ളൊരു പ്രിയമല്ലാത്തതുകൊണ്ട് വലിയ വിഷയമല്ല. ഇപ്പോൾ തുണി മടക്കി വെക്കുന്ന കാര്യത്തിൽ ഞാൻ അത്ര എക്സ്പേർട്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് ക്ലോസ് അപ്പിൽ നോക്കിയാൽ കണ്ട അത്ര വൃത്തിയിലൊന്നുമല്ല മടക്കി വെച്ചേക്കണം. എന്നാലും നമുക്ക് അൽമാരിൽ കൊണ്ടുവച്ചൊന്ന് ഇതാക്കാനുള്ള രീതിയിൽ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റ് കൊണ്ടുവരുന്ന പുറത്തായിട്ട് കോമൺ ആയിട്ട് വില്ലക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ബാസ്ക്കറ്റ് അവിടെ വെക്കുക ചെയ്യുക. അപ്പോൾ ഇവനിക്ക് എൻ്റെ കൂടെ വേസ്റ്റ് കൊണ്ടിടാൻ വരണം. ചില സമയത്ത് ഇപ്പോൾ ഭയങ്കര ഉത്സാഹത്തിൽ സ്റ്റെപ്പൊക്കെ ഒറ്റയ്ക്ക് ഇറങ്ങും, ഒരു കവർ അവനക്ക് പിടിക്കണം, അങ്ങനെയൊക്കെയാണ്. ഇന്നും ഞാൻ ഒരു കവർ കൊടുത്തപ്പോൾ അവനക്ക് പിടിക്കാൻ വേണ്ട, അവനക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാനും വയ്യ. ചില സമയത്ത് ഒരു മൂഡാണല്ലോ. അപ്പോൾ ഇതായിട്ട് നമ്മളെ വേസ്റ്റ് കൊണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള സ്ഥലം. ഇവിടെ എല്ലാവരും ഇവിടെ ഇങ്ങനത്തെ ഒരു ഗുണമുണ്ട് കേട്ടോ. കാരണം നമ്മൾ നാട്ടിൽ വേസ്റ്റ് ഏത് വേസ്റ്റ് അവിടെ കൊണ്ടിട്ട് അവർ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളൂ. നാട്ടിൽ നമുക്ക് വേസ്റ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇഷ്യൂ ആണല്ലോ, നമ്മൾ കത്തിക്കൽ അത്. ഇവിടെ വേസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് ഭയങ്കര സുഖമായി തോന്നിയിട്ടുണ്ട്. വേസ്റ്റ് അങ്ങനെ കൊണ്ടിടാമല്ലോ. ഇന്ന് പിന്നെ ഞാൻ കുറച്ച് നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയോണ്ട് ഇന്ന് കുറച്ച് റിലാക്സ് ചെയ്തിട്ട് പോകാൻ വിചാരിച്ചു. മറ്റേത് ഞാൻ അങ്ങനെ ഓടി ചെയ്യുക അത് ഇത് പറ്റും. അപ്പം ഇന്നിപ്പോൾ ഐബുവിന് എന്താ വെച്ചാൽ ദോശ കൊടുത്ത്. അപ്പോൾ ദോശ കൊടുത്തപ്പോൾ ഒരു പകുതിയൊക്കെ ഒറ്റയ്ക്കും തിന്നിട്ട്, ദോശയൊക്കെ ചില സമയത്ത് ഒറ്റയ്ക്കും തിന്നും. പിന്നെ അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടും അധികം സമയം പോകേണ്ടി വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ മെല്ലെ ഏതോ സിനിമ ഒക്കെ ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് മെല്ലെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്നിട്ട് റിലാക്സ് ചെയ്ത്, അല്ലാതെ
അതായത് ധൃതി കൂട്ടാണ്ട് ക്യാരറ്റൊക്കെ അരിഞ്ഞിട്ട് സിനിമ കണ്ടിട്ട് അരിയായി വെച്ച്. മറ്റേത് അവനക്ക് 1 മണിക്കൂർ ഫുഡ് കൊടുക്കാൻ പോയി കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് അരിയാൻ നേരം കിട്ടില്ല, ചടപടേന്ന് ഉപ്പേരിക്ക് അരിയുക ചെയ്യാം. അപ്പോൾ ഇന്നൊരു മൂവി അവിടെ പ്ലേ ചെയ്ത് തന്നിട്ട് അപ്പോൾ ഞാൻ കണ്ടിട്ട് കുറേ ആയി, ഒരു വട്ടം കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കാണുകയും ചെയ്യുക, കൂട്ടത്തിൽ ക്യാരറ്റൊക്കെ അരിഞ്ഞെടുക്കുകയും ചെയ്യുക വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്നിങ്ങനെ അരിയട്ടെ. ചില ദിവസങ്ങളിൽ ഇങ്ങനെ സ്ട്രെസ്സില്ലാതെ പണിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ടി വി ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യും. അത് നമുക്കൊരു രസമാണല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണുകയും ചെയ്യുക, റിലാക്സ് ചെയ്തിട്ട് പണിയെടുക്കുകയും ചെയ്യുക എന്നൊക്കെ രീതിയിൽ. അപ്പോൾ ഇതാ നമ്മളെ ക്യാരറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടെ. ഉപ്പേരി വീണ്ടും ക്യാരറ്റ് തന്നെ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിത് ക്യാരറ്റ് ഉപ്പേരി മോരായിട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നു. ചോറ് ആദ്യമേ വെച്ചേക്കും, അപ്പോൾ അത് വിസിലൊക്കെ അടിച്ച് സെറ്റായി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ മോരുണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഇവിടെ ഞാൻ ലബനൊന്ന് മേടിച്ച് നോക്കിയതാണ്, പുളിയുള്ള മോരല്ല. പക്ഷെ മറ്റേ മോര് കട്ടിയുണ്ട്, പുളി ഉണ്ടാവാറില്ല. പക്ഷെ എനിക്ക് അതന്നെ ഇഷ്ടമായി, കട്ടിയുള്ള തന്നെ നല്ലത്, കാരണം ഇതൊരു വെള്ളം പോലെ തോന്നുക. അപ്പോൾ ഞാൻ മോരെങ്ങനെ ഉണ്ടാക്കാമെന്നറിയോ, തേങ്ങയും നല്ല ജീരകവും ചുവന്നുള്ളിയും കൂടിയിട്ടൊന്ന് അരച്ചെടുക്കും ജസ്റ്റ്. എന്നിട്ട് പിന്നെ അത് മോരിൽ മിക്സാക്കി മഞ്ഞൾപ്പൊടി ഇപ്പോൾ സാധാ പോലെ. നമുക്കിന്ന് അത് ആ ക്യാരറ്റ് ഉപ്പേരി മോര് കറി കേട്ടോ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചോറ് ഓൾറെഡി ആയി, നിങ്ങൾ കണ്ടില്ലേ. പിന്നെ ഇന്നലെ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാമിയക്കാക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്ന് മീനിൻ്റെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ഷാമിയൊക്കെ ഇത് ഫുഡ് കഴിക്കാതിരിക്കും കേട്ടോ. കാരണം ഐബൂന് ഇന്ന് കുറച്ച് നേരം വൈകി എണിച്ചുകൊണ്ട് നേരം വൈകിട്ട് ഞങ്ങൾ കൊടുത്ത് പാത്രമൊക്കെ കഴുകിയിട്ട് ഫുഡ് കൊടുക്കാൻ വിചാരിച്ച്. അപ്പോൾ ഞങ്ങളിതാ വേസ്റ്റിൻ്റെ പാത്രം ഇപ്പോൾ ആ ഒരു കബോർഡ് ബോക്സ് തുടങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കാക്കി വെച്ചിട്ടാ. ഷാമയൊക്കെ തന്നെ അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് നമുക്ക് സുഖമായിട്ട് പാത്രം കഴുകുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അടിയിലേക്ക് ഇടാൻ പറ്റുമല്ലോ. രണ്ടാമത് എന്താ വെച്ചാൽ ഐബു ഭയങ്കര കച്ചറയാണ് ചില സമയത്ത്, അവനക്ക് ഇങ്ങനെ എറിയുക മറിച്ചിടുക അങ്ങനത്തെ കുറച്ച് ഫാസിനേഷൻ പരിപാടികളുണ്ട്. അപ്പോൾ പുറത്ത് വെക്കുമ്പോൾ എന്താ വെച്ചാൽ വേസ്റ്റ് കൊടുത്തിട്ട് അങ്ങോട്ട് മറിക്കണേ. അപ്പോൾ ഭയങ്കര പണിയാണ്, മറിച്ചിടുമ്പോൾ ആകെ വേസ്റ്റ് അടുക്കളയിലായിട്ട് നമ്മളിങ്ങനെ പറക്കാനും തുടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ പിന്നെ ഉള്ളിക്കാക്കി വെച്ചുകൊണ്ട് സുഖമാണ്, അത് ഓപ്പൺ ചെയ്തിട്ട് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞ് പാത്രം കഴുകി കഴിഞ്ഞാൽ അടക്കി വെക്കാമല്ലോ. എനിക്ക് പിന്നെ തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയിട്ട് പാത്രം കഴുകി. ഇവിടെ ഭയങ്കര ചൂട്, ഈ സമയത്ത് പാത്രം കഴുകുമ്പോൾ അയ്യോ ചൂടുവെള്ളമായിട്ട് പിന്നെ പാത്രം കഴുകാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. പാത്രം കഴുകി ക്ലീനാക്കി കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് ഞാൻ ഇബുവിന് ഫുഡ് കൊടുക്കാമല്ലോ. ഇല്ലെങ്കിൽ പിന്നെ അത് ഫുഡ് കൊടുക്കാൻ നിന്ന് ഇത് കുറച്ച് നേരം അവിടെ ഡിലേ ആവൂലേ. പിന്നെയൊക്കെ ഇങ്ങനെ പാത്രമൊക്കെ കഴുകി നമ്മളിങ്ങനെ ക്ലീനായി കഴിഞ്ഞപ്പോൾ ഈ വെള്ളമൊക്കെ വിരിച്ചുകൊണ്ടേ ക്ലീനായി കഴിഞ്ഞാൽ ഒരു ഭാഗം വെള്ളം വിരിച്ച ഭാഗത്ത് നല്ല ഇങ്ങനെ നീറ്റായി കിടക്കണ കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനായിട്ട് നമുക്കിങ്ങനെ കാണുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ അങ്ങനത്തെ തോന്നില്ല. ഞാൻ ഐബൂന് ഫുഡ് കൊടുക്കും, ഭയങ്കര ടാസ്ക്കൊക്കെ. ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാൻ. കണ്ട വായ തട്ടണണ്ട, ഇങ്ങനെ വായ തട്ടിക്കൊണ്ടേയിരിക്കും, കണ്ടില്ലേ, തട്ടി 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 ഇങ്ങനെ ഇരിക്കും. അതാണ് ഞാൻ പറഞ്ഞു 1 മണിക്കൂറാവുന്നേ. 2.5 വയസ്സായിട്ട് പ്രോപ്പർ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടില്ല, ഇനി ശരിയാവില്ല. ഇപ്പോൾ രാവിലത്തെ ഞാൻ ഇപ്പോൾ ഇതുപോലെ ദോശ അതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് കൊടുത്തു തുടങ്ങിയിരിക്കണം. കാരണം ഇപ്പോഴും ഈ കഞ്ഞി കുറുക്കനായിട്ടേ ഇങ്ങനെ വായ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക, വേണ്ട 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 പറഞ്ഞിട്ട് തട്ടിൽ തന്നെ പരിപാടി. അവസാനം എൻ്റെ 2 പൊട്ടും, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. 2 പൊട്ടിയാലും അവൻ തിന്നും. അപ്പോൾ അവനക്ക് അക്രമല്ലേ, പൊട്ടിയാൽ തിന്നും. അല്ലെങ്കിൽ ഇങ്ങനെ കിടന്നിട്ട് കണ്ട. ഇപ്പം എൻ്റെ നല്ല ചീത്തൊക്കെ കേട്ടപ്പോൾ തിന്ന്, ഞാൻ വീഡിയോ അതിൽ കാണിക്കാണ്ടിരുന്ന ചീത്തൊക്കെ കേട്ടപ്പോൾ ഇപ്പോൾ വായ തുറന്ന് ഭയങ്കര. ഇവനക്ക് ഭക്ഷണം കൊടുക്കാൻ എൻ്റെ ഇക്കുള്ള ദേഷ്യമൊക്കെ. ഇപ്പം നമുക്ക് ഫുൾ പണിയുള്ള ദിവസം ഇവൻ്റെ ഭക്ഷണം കൊടുക്കലാകുമ്പോൾ പ്രാന്ത് വരും. എന്ത് 10 മിനിറ്റ് കഴിഞ്ഞ് ഉറങ്ങുമോ? ഉറപ്പാ? വേഗം 10 മിനിറ്റ് കഴിയുമ്പോൾ അമ്മ ഉറക്കൂട്ടാ. ഓക്കെ. ആ
ഫീഡിങ് മാറ്റിയ ശേഷം അടുത്ത പണി എന്താ വെച്ചാൽ ഉറക്കാനായിട്ട് ഭയങ്കര പണിയാണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഷാമിയൊക്കെ അവനും ഏകദേശം ഒരേ ടൈമിലാണ് ചില സമയത്ത് ഉറങ്ങാറ്. അപ്പം എന്തുണ്ടാവുക വെച്ചാൽ ഇവനവിടെ പോയി കിടക്കും, ഷാമിയാക്കയുടെ കൂടെ കിടക്കും. ചില സമയത്ത് ഷാമിയാക്കനെ ഇങ്ങനെ നോക്കി 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 അവനും അങ്ങനെ ഉറങ്ങിപ്പോവും, വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പക്ഷെ ഇപ്പോൾ ഷാമിയാക്ക ഇവൻ കുറച്ച് നേരം വെയിറ്റ് എണിക്കണ്. അപ്പോൾ ഷാമിയാക്കയുടെ ഇവൻ്റെ ടൈമിങ് സെറ്റല്ല. അപ്പോൾ ഷാമിയാക്ക ആദ്യം ഉറങ്ങും. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഇവനെ മെനക്കെട്ട് ഇങ്ങനെ കൊക്കത്തിട്ട് ഉറക്കണം. മടിയാണേ, 10 മിനിറ്റ് 20 മിനിറ്റ് എന്നൊക്കെ പറയും. പിന്നെ ഞാൻ എൻ്റെ കുറച്ചൊക്കെ ചീത്തയിട്ടാൽ അധികം ബുദ്ധിമുട്ടില്ലാണ്ട് വേഗം വന്നിട്ട് ഒക്കത്തെടുക്കും മേത്തെടുക്കാന്നൊക്കെ വന്നിട്ട് അങ്ങനെ ഉറക്കും. പിന്നെ ഉറക്കിയിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി ഷാമിയക്കയുടെ അടുത്ത് കിടത്തുക ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഷാമിയക്ക സൗണ്ട് കേട്ടിട്ട് ഇനി എണിക്കണ്ട വിചാരിച്ചിട്ട് ഇക്കൊന്നും ഏത് സൗണ്ടിലും ഉറക്കത്തിൽ പ്രശ്നമില്ല. ഷാമിയക്കൊക്കെ ഉറക്കത്തിൽ സൗണ്ടിൻ്റെ പ്രശ്നമുള്ള ആളാണ്. അതുപോലെ തന്നെ ഇവനും ചെറിയ സൗണ്ട് കേട്ടാൽ മതി, എന്ത് പെട്ടെന്നാണ് ഉണരുകയെന്നറിയുമോ. അപ്പോൾ ഞാൻ അവനെ കൊണ്ടുപോയിട്ട് അങ്ങനെ ഉറക്കി കെടുത്തി. ഇന്നാണ് എൻ്റേതായൊരു റിലാക്സിങ് ടൈം കിട്ടുക. ഒരു ദിവസത്തിൽ നമുക്ക് കുറേ പണിയുള്ള ദിവസമേ, നമുക്കിതൊക്കെ കഴിഞ്ഞ് ഇവനെ ഉറക്കി വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാണുക, നമുക്കിഷ്ടമുള്ള ചോക്ലേറ്റ് കഴിക്കുക. അതായത് ഇവൻ്റെ മുമ്പ് വെച്ച് മുട്ടായി കഴിക്കാൻ പറ്റില്ലേ. അപ്പോൾ ഇവ ഉറങ്ങിയ സമയത്ത് ഞാൻ ചോക്ലേറ്റ് എന്തെങ്കിലും കഴിക്കുക. അപ്പോൾ ഇവ ഉറങ്ങിയ സമയത്ത് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കണ്ട് ചോക്ലേറ്റൊക്കെ കഴിക്കാൻ സുഖമുണ്ടല്ലോ. ഒരു സെൽഫ് ടൈം നമുക്ക് എന്നും വേണം, നമ്മൾക്കായിട്ട് മാറ്റി വെക്കുന്ന ടൈം. ഞാൻ അതുപോലെ കുറച്ച് നേരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള പരിപാടിയൊക്കെ കാണും. പിന്നെ പോയിട്ട് ഇവ എണിക്കലായിട്ട് ഇവ വേഗം പോയി കുളിക്കും. പിന്നെ ഇവൻ ഷാമിയൊക്കെ കിടക്കുന്നതുകൊണ്ട് കുറച്ച് നേരമൊക്കെ കിടക്കൂട്ടെ, അടുത്ത ആൾ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ കുറച്ച് നേരം അങ്ങനെ കിടന്ന് ഉറങ്ങും അവിടെ. എന്നാലും 1 മണിക്കൂറൊക്കെ അടുപ്പിച്ച് ഉറങ്ങും ഷാമിയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് നേരത്തൊക്കെ കാണും, പിന്നെ പോയി കുളിക്കും. അങ്ങനെയാണ് ചെയ്യാറ്. പഴം ഇത് പഴം ഇതെന്താ മുട്ടേ? ഓ, ഇവൻ മുട്ട ഇഷ്ടം പഴം ഇഷ്ടം? പഴം ഇഷ്ടം? അങ്ങനെ ചെയ്യാൻ പാടില്ല. മമ്മ വിളിച്ചേ. നോ നോ നോ. കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. പഴം മുട്ടയും കൊണ്ടിട്ടൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോണിട്ടാ. ഓക്കെ, പിന്നെ എങ്ങനെ കേക്ക് ഉണ്ടാക്കുക? ആ പഴം കൊണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കണേ. സൂപ്പർ കേക്കാവും, നമുക്ക് തിന്നോക്കാം. ഓക്കെ, എടുക്കാൻ പാടി. നോ നോ നോ. ആ ഉണ്ടാക്കണ്ട. ആ മുട്ട എന്തുണ്ടാക്കുക? അതൊന്നും എടുക്കാൻ പാടില്ല. ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തില്ല. ടർക്കി എടുത്ത ദോശമാവല്ല, നെയ്യ. ആ, ഒന്നും എടുക്കാൻ പാടില്ല ട്ടാ. ആ ദോശയിൽ വയ്ക്കും നെയ്യ്. ആ ഞാൻ പോയി വരുമ്പോ വിക്രസ് തുടങ്ങിയേ. ആരെ കയ്യിലെടുക്കാൻ പറഞ്ഞോട്? എന്തിനാ കയ്യിലെടുത്ത്? ഐബുനോല ഇറക്കാൻ പോകട്ടെ അടിക്ക്. ഐബുനോ ഒതുങ്ങിയിരിക്കാറില്ല. ഐബു അതൊക്കെ എടുത്തേക്ക് അതിലോക്ക്. ചട്ടൊക്കെ മനസ്സിലായി, എടുത്തേക്ക്. അപ്പം അങ്ങനെ ഉറങ്ങി വെച്ചിട്ട് ഞാൻ മറ്റേ കായ്പോളം ഉണ്ടാക്കും. അപ്പോൾ അവനോട് കേക്ക് എന്നൊക്കെ കൊണ്ട് അവിടെ ഇരുത്തിയേക്ക് കേട്ടോ. ഇവന് സ്ലേവും ഇരുത്താൻ പറ്റില്ല, കാരണം എന്ത് പ്രശ്നം വിചാരിച്ചു ഇവൻ കുറച്ച് നേരിയലൊക്കെ തുടങ്ങുവേ. ഇപ്പോൾ എനിക്കോട് കുറച്ചൊരു അടങ്ങിയിരിക്കുകയാണ്. ഇതാ കായ്പോളം ഉണ്ടാക്കിയിട്ട് കൊടുത്തപ്പേ ഇതെന്ത് കേക്ക്, ഇത് കേക്കൊന്നല്ല, ഇക്ക് വേണ്ട ഇവിടെ തുപ്പ് പഴം കിട്ടിയിട്ടേ മൂപ്പിയാൾ വിചാരിച്ച് വേറെ എന്തോ കേക്കാന്ന്. അത് കായ്പോളം മറിച്ചപ്പോൾ പൊട്ടിപ്പോയി. നല്ല സൂപ്പറായിട്ട് എടുക്കാൻ വിചാരിച്ചു, പക്ഷെ പഴം നല്ല സെറ്റ് പഴുത്ത പഴയത് അങ്ങോട്ട് മറിഞ്ഞു പോയി. അങ്ങനെ വൈകിട്ട് ഞങ്ങൾ ചായ കുടിക്കലും പിന്നെ ഞങ്ങളേതായ കുറച്ച് ടൈമിങ്ങൊക്കെ ഞാൻ ഷാമിയൊക്കെ ആയപ്പം കൂടിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനം പറയലും കളിയിലൊക്കെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ്
ഒരു 7 മണിയൊക്കെ ആകുമ്പോട്ടെ മിക്കതും ഇവിടെ തുണികൾ മേലെ കൊണ്ടിടലും അടുത്ത ട്രിപ്പ് തിരുമ്പലൊക്കെ ചെയ്യുക. കാരണം മേലെ ഭയങ്കര ഉച്ചക്കൊക്കെ ഭയങ്കര വെയിലാവില്ലേ അപ്പോൾ ഈ സമയത്ത്. അപ്പോൾ തിരുമ്പിയ തുണികൾ മടക്കിക്കണ പരിപാടിയാണ് എനിക്ക്. ബാക്കി രണ്ടും ഷാമയൊക്കെയാണ് ചെയ്യാറ്. അതായത് തുണികൾ അടുത്ത ട്രിപ്പ് ഇടലും തിരുമ്പാടലും മേലെ കൊണ്ടിടലും ഷാമയൊക്കെയാണ് എപ്പോഴും ചെയ്യാറ്. ഷാമയൊക്കെയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. എന്തെങ്കിലുമൊക്കെ അങ്ങനെ നമ്മൾ ഇതാക്കി ചെയ്യണ്ടേ. അപ്പോൾ ഷാമയൊക്കെയുടെ തുണികൾ എപ്പോഴും മേലെ കൊണ്ടിടലും അടുത്ത സ്ട്രെറ്റ് തിരുമ്പാടലൊക്കെ ഷാമയൊക്കെയുടെ മിക്ക ദിവസം ചെയ്യാറ്. ഞാൻ വേറെ പണിയൊക്കെ ആയിട്ട് അങ്ങനെ മടക്കിയൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ അതാ ഷാമയൊക്കെ മേലെ കൊണ്ടിടാൻ പോയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് രാത്രി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏതെങ്കിലും മൂവി വന്നിട്ടുണ്ട്. അപ്പോൾ JSK അല്ലേ സുരേഷ് ഗോപിയുടെ അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം കാണാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നേക്ക്. എന്താടാ ഞങ്ങൾ മൂവി കാണുമ്പോൾ തന്നെ അവസ്ഥ അവൻ അവിടെ ചാടി മറിഞ്ഞ് ഓടി കളിക്കും. പിന്നെ രാത്രിക്ക് ഇതാ ഭൂരിയും മറ്റേ രാവിലത്തെ ഇസ്റ്റും പിന്നെ അമ്മി അവിടെ നിന്ന് മട്ട റോസ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് കഴിക്കട്ടാ. അപ്പോൾ ഞങ്ങൾ മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റാൾ അവിടെ ചാടി മറിഞ്ഞ് ഇങ്ങനെ ഇതാക്കും. ഇനി ഒന്ന് മൂവിയൊക്കെ കണ്ട് ഇവന് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ രാത്രി ഉറങ്ങുക, അത്രയുള്ള പരിപാടി. ഇനിയിപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ മറ്റാൾക്കിതാ ഉറക്കം വന്നിട്ട് ഇതായേക്കണ്. പിന്നെ ഇവനെ ഉറക്കട്ടെ, അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ റുട്ടീൻ ഉണ്ടാവും. എല്ലാ ദിവസവും ഇതുപോലെ. ഇത് ഇന്ന് കുറച്ച് പണിയുള്ള ദിവസമായിരുന്നു. ചില ദിവസം നമ്മൾ ഫുഡ് ഉണ്ടാക്കേണ്ടി വരില്ല, ഇന്നത്തെ ഫുഡ് ബാക്കി ഉണ്ടാവും, അങ്ങനെയൊക്കെ ആയിട്ട്. നിങ്ങളെന്തായാലും നിങ്ങളെ കമൻസൊക്കെ അറിയിക്കാം. അപ്പോൾ അടുത്ത വ്ളോഗിലായിട്ട് കാണാം. ടാറ്റാ ബൈ, സീ യു.